ലെൻസ് ഇൻ ടു ദ ലെൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 പുറത്തിറങ്ങിയ തമിഴ് ത്രില്ലർ ചിത്രമാണ് DNA. മലയാളത്തിൽ ഇറങ്ങിയ ജോസഫ് എന്ന ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ആ ചിത്രം കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അത് അസ്വസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ഈ ചിത്രവും നിങ്ങൾക്ക് ഇഷ്ടമാകും. കഥയിലേക്ക് വരാം. 2014 ഒരു മഴ സമയത്താണ് കഥ ആരംഭിക്കുന്നത്. ഒരു കാർ ആക്സിഡൻറ്റ് നടക്കുകയും ഒരു കുഞ്ഞ് അനാഥയാവുകയും ചെയ്യുന്നു. വരദരാജൻ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറും രാജേന്ദ്രൻ എന്ന ആംബുലൻസ് ഡ്രൈവറും ചേർന്ന് ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബത്തിന് നൽകുന്നു. പിന്നെ കട്ട് ചെയ്ത് 2023 കഥ എത്തുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആനന്ദ് എന്ന ചെറുപ്പക്കാരൻ ദിവ്യയെ വിവാഹം കഴിക്കുന്നു. ദിവ്യയ്ക്ക് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അവരുടെ ജീവിതം അത്ര എളുപ്പമല്ല, പക്ഷേ സ്നേഹമുണ്ട്. ദിവ്യ ഗർഭിണിയായി. പ്രസവ ദിവസം ആശുപത്രിയിൽ നിന്ന് കിട്ടിയ കുഞ്ഞിനെ നോക്കി ദിവ്യ പറയുന്നു, ഇതെൻ്റെ കുഞ്ഞല്ല. എല്ലാവരും അവളോട് പറയുന്നു, നിന്റെ മാനസിക അസുഖം കാരണമാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത് എന്ന്. പക്ഷെ ദിവ്യ ഉറപ്പിച്ചു പറയുന്നു, അത് തൻ്റെ കുഞ്ഞല്ല എന്ന്. ആനന്ദ് രഹസ്യമായി DNA ടെസ്റ്റ് നടത്തുന്നു. ഫലം ഷോക്കായിരുന്നു. ദിവ്യ പറഞ്ഞത് കറക്റ്റായിരുന്നു. ആ കുഞ്ഞ് അവരുടേതല്ല. പിന്നെ തുടങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ. സബ് ഇൻസ്പെക്ടർ ചിന്നസ്വാമി കേസ് ഏറ്റെടുക്കുന്നു. ചിന്നസ്വാമിയോടൊപ്പം ആനന്ദും അന്വേഷണത്തിൽ പങ്കുചേരുന്നു. പതിയെ വലിയൊരു നെറ്റ്വർക്ക് അവർ കണ്ടെത്തുന്നു. വരദരാജനും രാജേന്ദ്രനും ചേർന്ന് പണത്തിനു വേണ്ടി ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് വിൽക്കുന്ന വലിയൊരു നെറ്റ്വർക്ക്. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് അറിയുന്ന വരദരാജൻ രാജേന്ദ്രനെ കൊല്ലുന്നു. ആനന്ദിൻ്റെയും ദിവ്യയുടെയും കുഞ്ഞിനെ വിദേശത്ത് താമസിക്കുന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയാണ് അവർ തട്ടിയെടുത്തത്. ആ കുടുംബത്തിന് അവർ ക്ഷേത്രത്തിൽ വെച്ച് കുഞ്ഞിനെ കൈമാറുന്നു. അവിടെ വെച്ച് ആനന്ദ് അത് കണ്ടെത്തുകയും കുഞ്ഞിനെ തിരികെ വാങ്ങാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് തടയാനെത്തുന്ന വരദരാജനെ രാജേന്ദ്രൻ്റെ മക്കൾ കൊന്നുകളയുന്നു. ദിവ്യയ്ക്കും ആനന്ദിനും തങ്ങളുടെ കുഞ്ഞിനെ തിരികെ ലഭിക്കുന്നതോടെ കഥ അവസാനിക്കുന്നു. ഹോട്ട്സ്റ്റാറിൽ ലഭ്യമായ മലയാളം ഡബ്ഡ് വേർഷനാണ് ഞാൻ കണ്ടത്. അത്രയ്ക്ക് മികച്ച ക്വാളിറ്റിയുള്ള ചിത്രമായി തോന്നിയില്ല. അതിനാലായിരിക്കും ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയില്ല. കാണുമ്പോൾ അല്പം കല്ലുകടികൾ ഉണ്ട് എങ്കിലും വളരെ എൻഗേജിംഗ് ആയ കഥയും അത്യാവശ്യം ട്വിസ്റ്റുകളും ഉള്ള ചിത്രം ആണ് ഇത്. ഈ കാലത്ത് ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. ആനന്ദിൻ്റെ പ്രണയത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹിതരായി ഭർത്തൃ വീട്ടിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകളും തുടർന്നുണ്ടാകുന്ന ആത്മഹത്യയും എല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. പ്രഗ്നൻസി, ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയ ഹോസ്പിറ്റൽ മേഖലയിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഈ ചിത്രം നൽകുന്നുണ്ട്. സിനിമാറ്റിക്കായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അല്പം ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവ. ചിത്രം കണ്ടിട്ടുള്ളവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.